ശിവപുത്രനായ വേട്ടക്കൊരു മകന്റെ കഥ അറിയാമോ? ശിവനും പാർവതിയും കിരാതവേഷത്തിൽ വന്ന് അർജുനന്റെ അഹങ്കാരം തീർത്ത് ദിവ്യ അസ്ത്രവും വരവും നൽകി. പിന്നീട് കുറെ കാലം ദമ്പതികൾ കിരാതവേഷത്തിൽ തന്നെ കാട്ടിൽ തുടർന്നു. ആ സമയം അവർക്ക് ജനിച്ച പുത്രനാണ് വേട്ടക്കൊരു മകൻ. വേട്ടക്കിറങ്ങിയ കുമാരൻ ഒരുപാട് അസുരന്മാരെയും അസുരമൃഗങ്ങളെയും വധിച്ചു. ക്രമേണ വേട്ടയാടൽ അവനൊരു ഭ്രാന്തമായ അഭിനിവേശമായി മാറി. കുമാരന്റെ ശരവർഷത്തിൽ ഒരുപാട് മുനിമാർക്കും ദേവന്മാർക്കും മുറിവേറ്റു. ദേവന്മാർ ശിവനോട് പരാതിപ്പെട്ടു. അദ്ദേഹം അതെല്ലാം ബാലന്റെ ലീലകളായി കണ്ടു ക്ഷമിക്കാൻ പറഞ്ഞു. ഒടുവിൽ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു ഒരു വൃദ്ധ സന്യാസിയുടെ രൂപത്തിൽ കുമാരനെ കണ്ടു. വളരെ ശക്തിയുള്ളതും സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടതുമായ ഒരു ചുരിക സന്യാസിയുടെ പക്കൽ ഉണ്ടായിരുന്നു. ചുരികയിൽ ആകൃഷ്ടനായ കുമാരൻ അത് തനിക്ക് നൽകാൻ സന്യാസിയോട് അപേക്ഷിച്ചു. ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരുടെയും സംരക്ഷകനായാൽ ചുരിക നൽകാമെന്ന് സന്യാസി പറഞ്ഞു. അത് സമ്മതിച്ച് കുമാരൻ ചുരിക വാങ്ങി. യഥാർത്ഥ രൂപത്തിൽ കുമാരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു തന്റെ അവതാരമായ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു.